എല്ലാവർക്കും നമസ്കാരം. ലൂസിഫർ 2 അക്കാ എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ സിനിമയിൽ രണ്ട് കഥകളാണ് കാണിക്കുന്നത് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. പാരലായിട്ട് രണ്ട് കഥകൾ പോകുന്നുണ്ട്. അതായത് ഒന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി IF-ൽ നിന്ന് പോയതിന് ശേഷമുള്ള IF-ൻ്റെ അവസ്ഥ, കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാർട്ടി വരുന്നു, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതിനുകൂടെ തന്നെ പാരലായിട്ട് നമ്മുടെ ഖുറൈഷി എബ്രഹാമിൻ്റെ പവർ കാണിക്കുന്ന ഒരു എപ്പിസോഡും കൂടെ ആയിരിക്കും. അതിൽ ഖുറൈഷി എബ്രഹാമിൻ്റെ ഹിസ്റ്ററിലോട്ടൊക്കെ പോകും, പിന്നെ പ്രസൻറ്റിലോട്ട് വരും. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷനിലോട്ട് പോകുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ടുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ്, ആ കാട്ടിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ അവിടെ ആയിരിക്കും. ഏതായാലും ഖുറൈഷി എബ്രഹാമിൻ്റെ ആ ഒരു പവർ കാണിക്കുന്ന എപ്പിസോഡിനെ കുറിച്ചാണ് കൂടുതലും പറയാനുള്ളത്. അത് ഒരുപാട് രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഒരു വലിയ സിനിമ തന്നെയാണ്. അന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂസിഫർ ഒരു ചെറിയ സിനിമയാണെന്ന്. ഈ ഒരു എമ്പുരാൻ ഇറങ്ങുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഒരു ചെറിയ സ്പേസിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ലൂസിഫർ. ക്ലൈമാക്സ് ബിറ്റ് മാത്രമാണ് പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എമ്പുരാനിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ സിനിമയാണ്. ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അതായത് ലൂസിഫറിൻ്റെ ഡബിളോ ട്രിപ്പിളോ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. 3 മണിക്കൂർ സിനിമയിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇവരെ എങ്ങനെ തിക്കി വെച്ച് കൺവിൻസ് ചെയ്യുമെന്നുള്ളൊരു ഒരു സംശയമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയുടെ ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് സിനിമയുടെ ആ ഒരു വലുപ്പം കാണിക്കാൻ വേണ്ടി അവർ ഇറക്കിയിട്ടുള്ളൊരു ട്രെയിലർ പോലെയാണ്. അല്ലാതെ സിനിമയുടെ ഒരു കാമ്പൊന്നും നമുക്ക് ആ ഒരു ട്രെയിലറിൽ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ട്രെയിലർ വർക്കായിട്ടില്ല, പ്രതീക്ഷ കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കാണിക്കുന്നതിലും ബെറ്റർ 1-2 നല്ല മൊമെൻറ്റ്സ് കാണിക്കുന്നതായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും. ചിലപ്പോൾ പ്രതീക്ഷയൊന്നും കുറഞ്ഞിട്ട് സിനിമ ആളുകൾ ഒന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുമായിരിക്കുമല്ലോ. അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. പേഴ്സണലി എനിക്ക് വർക്കായിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആ മീശയൊക്കെ വെച്ച് ആ ജാക്കറ്റിൽ വരുമ്പോൾ എനിക്ക് കൺവിൻസ് ആകുന്നില്ല ഒരു ഖുറൈഷി എബ്രഹാം ഫീലൊന്നും. അതുപോലെ തന്നെ സെയ്ദ് മസൂദിൻ്റെ ഒരു സിനിമയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഷോട്ടുകളും വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൽ മോഹൻലാലിന് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ എമ്പുരാനിലോട്ട് വരുമ്പം ഇത് പൃഥ്വിരാജിൻ്റെ സിനിമയായിട്ട് മാറാനുള്ള സർവ്വ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഡയലോഗ് മോഡുലേഷനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഫസ്റ്റിൽ ബായ് ജാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പൃഥ്വിരാജിൻ്റെ അകത്ത് സെയ്ദ് മസൂദ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗാംഭീര്യം തോന്നുന്നുണ്ട്. സംഭവം വർക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും പല ജോഗ്രഫിയും കവർ ചെയ്യുമ്പോൾ കഥ കൺവിൻസ് ആക്കി എടുക്കാൻ കുറച്ച് പാടുപെടുമ്പോൾ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നൊരു ഫീലല്ല ശരിക്കും പറഞ്ഞാൽ എമ്പുരാനിൽ പല വിദേശ കഥാപാത്രങ്ങൾ വെച്ച് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ കൈവിട്ട കളിയാണ്. എൻ്റെ ട്രെയിലറിൽ കൈവിട്ട് പോയ പോലെയാണ് തോന്നുന്നത്. ഒരു ഹേറ്റുമില്ലാത്തൊരു സിനിമയായിരുന്നു ലൂസിഫർ. അതിൻ്റെ ഒരു 2ാം ഭാഗം വരുമ്പോൾ എമ്പുരാൻ നിങ്ങൾ രാവിലെ 6 മണിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ട്രീറ്റ് ആവണമെന്നൊക്കെ തന്നെയാണ് എൻ്റെയും ആഗ്രഹം. വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കഥയും സ്ട്രോങ് ആവണമെന്നാണ് മനസ്സിൽ ഉള്ളൊരു ആഗ്രഹം. അതങ്ങനെ ആയിരിക്കട്ടെ. ട്രെയിലർ നമ്മളെ കബളിപ്പിച്ചു എന്ന് വിചാരിക്കാനാണ് എനിക്കും ഇഷ്ടം. സോ നല്ലൊരു സിനിമയാവട്ടെ. ഞാനും വെയിറ്റിംഗ് ആണ്. മാർച്ച് 27-ന് സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം.